ഹായ്. ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിലൂടെയാണല്ലോ. അപ്പോൾ രാവിലെ റെഡിയായി ലൊക്കേഷനിലെത്തി. ഇപ്പോൾ ലൊക്കേഷൻ ഫുഡാണിത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം മേക്കപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ന് അമൃതയുടെ ഷൂട്ടാണ്. മഴയത്ത് മുമ്പേ എന്നുള്ള സീരിയലിൻ്റെ ഷൂട്ടാണ് നടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മേക്കപ്പ് കഴിഞ്ഞു. കാര്യം ഞാൻ ബേസാണ് ചെയ്യിക്കുന്നത്. ബാക്കി ഐ, ലിപ്പ്, ഐബ്രോസ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് ചെറിയ അലർജിയുടെ ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഞാൻ തന്നെ യൂസ് ചെയ്യുന്ന കാജൽ, ലിപ്സ്റ്റിക്ക് അതൊക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് കൊണ്ടുവന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെഡിയായി. പിന്നെ താഴെ ലൊക്കേഷൻ ഷൂട്ട് നടക്കുന്ന റൂമിലോട്ടൊക്കെ ചെന്നു. ഞങ്ങൾക്ക് ഇവിടെ ഒരു വീട്ടിൽ വെച്ചുള്ള ഷൂട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് റെഡിയായി. അപ്പോൾ ജസ്റ്റ് സിമ്പിൾ മേക്കപ്പാണ്. അപ്പോൾ ഇതിലിപ്പോൾ കാണുമ്പോൾ ഇച്ചിരി ഹെവി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും അപ്പോൾ ഡയറക്റ്റ് കാണുമ്പോൾ സിമ്പിളായിട്ടാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഐയും ജസ്റ്റ് ഒരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് കൊണ്ട് ലിപ്പ് കളർ കൊടുത്തിട്ടുണ്ട്. കണ്ണൊന്ന് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഷൂട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് റെഡിയായി. അതായത് നമ്മുടെ ലഞ്ച് ബ്രേക്ക് ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് അവരുടെയൊക്കെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. അപ്പോൾ അതിനുശേഷം ഞാനും കഴിച്ചു. എല്ലാം ഉണ്ട്. അതായത് മസാലക്കറി, പച്ചടി, തോരൻ, അവിയൽ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ബ്രേക്ക് കഴിഞ്ഞു. എല്ലാവരും വീണ്ടും ഷൂട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തെ അവിടുത്തെ വിശേഷങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴ തുടങ്ങിയപ്പോൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് നേരം വീടിനുള്ളിലുള്ള സീനുകൾ തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. അവിടെ മുകളിൽ നിന്ന് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. മഴയുടെ ശബ്ദം മാത്രം കേൾക്കാൻ തന്നെ എന്ത് രസമാണല്ലേ. അപ്പോൾ ഇച്ചിരി പാട്ടൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് അങ്ങനെ നിന്നു. നല്ല മഴയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് മഴ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പ്രണയമണിത്തൂവൽ പൊഴിയും പവിഴമഴ, മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ മഴ, തോരാത്ത മോഹമീ മഴ, ഗന്ധർവഗാനമീ